നമസ്കാരം. പ്രധാന വാർത്തകൾ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാത്തതിനെതിരെ വൻ പ്രതിഷേധം. കാസർഗോഡ് INTUCയുടെ പന്തം കൊളുത്തി പ്രകടനം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കാസർഗോഡ് ഒരുങ്ങി. ആവേശം പകർന്ന് വിളംബര റാലി. എൻഡോസൾഫാൻ ദുരിതബാധിതരോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം. ദുരിതബാധിതർ കൂട്ടായ്മ സംഘടിപ്പിച്ചു. BSP ഭീമരഥയാത്രയ്ക്ക് പ്രോജ്വല തുടക്കം. ദളിതർക്കു നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന് ആവശ്യം. പൊവ്വലിൽ ഹൈസ്കൂളിന് വേണ്ടിയുള്ള ആവശ്യം ശക്തമാകുന്നു. നാട്ടുകാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. INTUCയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം. ക്രൂഡ് ഓയിലിന്റെ വില ഗണ്യമായി കുറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് INTUCയുടെ നേതൃത്വത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുക. അവനെ എതിർക്കും മുതലാളി. പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് INTUC നേതാവ് A. ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രകടനത്തിന് A. ഭുവനേന്ദ്രൻ നായർ, ഉമേഷ് അണങ്കൂർ, മുഹമ്മദ് ജർമൻ, അബുബക്കർ തുരുത്തി, E. ഹരിചന്ദ്ര, അഷ്റഫ്, ടോണി, അനിൽകുമാർ, PK വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത്. ജനുവരി 4 മുതൽ 8 വരെയാണ് കലോത്സവം നടക്കുന്നത്. ജനുവരി 4 മുതൽ 8 വരെയാണ് കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത്. കലോത്സവത്തിന്റെ വൻ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് നഗരത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിളംബര ജാഥ നടന്നത്. സ്റ്റുഡന്റ് പോലീസ്, സ്കൗട്ട്സ്, NCC, അധ്യാപകരും വിദ്യാർത്ഥികളും തുടങ്ങി നിരവധി പേർ അണിനിരന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് സ്കൂൾ സമീപത്ത് സമാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിം അടക്കമുള്ള നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ആലപിക്കാനുള്ള സ്വാഗതഗാനം തയ്യാറായി. സംഗീത വിദ്വാൻ വെള്ളിക്കോത്ത് വിഷ്ണുഭട്ടിന്റെ നേതൃത്വത്തിലാണ് ഗാനം ചിട്ടപ്പെടുത്തിയത്. ജനുവരി 4 മുതൽ 8 വരെ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ആലപിക്കാനുള്ള സ്വാഗതഗാനം തയ്യാറായി. സംഗീതാധ്യാപകനും ദേശീയ അവാർഡ് ജേതാവുമായ വെള്ളിക്കോത്ത് വിഷ്ണുഭട്ടിന്റെ നേതൃത്വത്തിലാണ് സ്വാഗതഗാനം തയ്യാറാക്കിയത്. ഇതിനു മുമ്പ് 3ഓളം കലോത്സവങ്ങൾക്ക് അവതരണഗാനം തയ്യാറാക്കിയതും ഇദ്ദേഹമാണ്. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 56 കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് ഗാനം തയ്യാറാക്കിയത്. 7 ഭാഷകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഇതിന്റെ ഗാനരചന നിർവഹിച്ചത് സംഗീത വിദ്വാൻ രമേശ് കാവിലാണ്. അമ്പത്താറാം സ്കൂൾ കലോത്സവമായതുകൊണ്ടാണ് 56 വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി സ്വാഗതഗാനം തയ്യാറാക്കിയത്. കന്നഡ, തുളു, അതുപോലെ തന്നെ തമിഴ്, മലയാളം, അതുപോലെ മറാഠി, കൊങ്കണി ഇങ്ങനെയുള്ള 7 ഭാഷകളിലൂടെയാണ് കുട്ടികൾ സ്വാഗതം അവതരിപ്പിക്കുന്നത്. ഓരോ ഭാഷയിലും സുസ്വാഗതം ഇവിടെ ഈ പാട്ടിൽ ഉടനീളം ഉണ്ട്. അതുപോലെ തന്നെ ഈ കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക നേട്ടങ്ങൾ, ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സ്വാഗതഗാനം ഇവിടെ രചിക്കപ്പെട്ടിട്ടുള്ളത്. പൊവ്വലിൽ ഹൈസ്കൂൾ അനുവദിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നാട്ടുകാരുടെ ധർണാ സമരം 2 ദിവസം പിന്നിട്ടു. പൊവ്വൽ UP സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് സമാൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് പൊവ്വൽ നടത്തുന്ന പ്രതിഷേധ ധർണ 2 ദിവസം പിന്നിട്ടു. മാറി മാറി വരുന്ന സർക്കാരുകളുടെ മുന്നിൽ പലതവണ നിവേദനം നൽകിയിട്ടും ഇതുവരെയായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പൊവ്വൽ സമാൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല ധർണാ സമരത്തിന് തുടക്കം കുറിച്ചത്.
ധർണാസമരം കഴിഞ്ഞ ദിവസം LBS കോളേജ് മുൻ പ്രിൻസിപ്പൽ MA മുളിയാർ ഉദ്ഘാടനം ചെയ്തു. 90 വർഷം പഴക്കമുള്ള സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തുന്നതിനുള്ള പ്രതിഷേധം ശക്തമായി വരികയാണ്. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഒപ്പുകൾ ശേഖരിച്ച് 4-ാം തീയതി സമർപ്പിക്കും. ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം മുളിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഖാലിദ് വെള്ളിപ്പാടി നിർവഹിച്ചു. ധർണയിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് AB ഷാഫി, PTA പ്രസിഡന്റ് AK യൂസഫ്, AP അസീനർ, KP മജീദ്, M അബ്ദുള്ള കുഞ്ഞി ഹാജി, ഉമ്പായി, സഫ്വാൻ, ഇർഷാദ് കോട്ട, താജുദ്ദീൻ, ഹാരിസ് നെല്ലിക്കാട്, ബാത്തുഷ പവൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ അവഗണനയ്ക്കെതിരെ എൻഡോസൾഫാൻ ദുരിതബാധിതർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ജില്ലാ ഭരണകൂടം തുടർച്ചയായ അവഗണനയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരോട് കാണിക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ യഥാസമയം ദുരിതബാധിതരിൽ എത്തിയിട്ടില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂവെന്ന് സമരം കുറ്റപ്പെടുത്തി. പരിപാടി നാരായണൻ പേരിയ ഉദ്ഘാടനം ചെയ്തു. മനസ്സിന്റെ ഉള്ളിൽ കരുണയുള്ളവർ ചെയ്യട്ടെ, അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇപ്പോൾ അംബികാസുധ മാഷിനെ കുറിച്ച് ലേഖനം എഴുതുന്നല്ലോ, അദ്ദേഹത്തിന് കുറേ ശമ്പളം കൊടുക്കുന്നില്ലേ സർക്കാർ? അതിൽ നിന്ന് കൊടുത്താൽ പോരെ, അംബികാസുധ മാഷോ മറ്റാരെങ്കിലും കൊടുക്കേണ്ടതല്ല. ഇത് കാരണം കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ കശുമാവ് തോട്ടം. അവിടെയുള്ള കശുമാവിൻ്റെ പൂവ് കരിഞ്ഞു പോവും എന്ന് കണ്ടിട്ട് അത് തടയാൻ എന്താ മരുന്നാണെന്ന് പറയുന്നത്. മുനീസ അമ്പലത്തറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, P മുരളീധരൻ, പ്രേമചന്ദ്രൻ ചോമ്പാല, ശശിധരൻ വെള്ളൂർ, CV നളിനി, ഗോവിന്ദൻ കയ്യൂർ, K ചന്ദ്രാവതി തുടങ്ങിയവർ സംസാരിച്ചു. BJP ജില്ലാ നേതൃയോഗം സമാപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് നേതൃയോഗം. BJP ജില്ലാ ആസ്ഥാനത്ത് ചേർന്ന നേതൃയോഗം ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സംഘടന ഏൽപ്പിച്ച എല്ലാ സമരങ്ങളും വിജയത്തിലെത്തിച്ച നേതാവാണ് കുമ്മനം രാജശേഖരനെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയം നേടുക എന്നതാണ് BJPയുടെ ലക്ഷ്യമെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. പഴയകാലത്ത് BJPയെ കുറിച്ചുള്ള ചർച്ച എന്താ? BJPയെ കുറിച്ചുള്ള ചർച്ച അക്കൗണ്ട് തുറക്കുമെന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേതാക്കന്മാരോടൊക്കെ നിങ്ങളോട് ചോദിക്കും, പ്രാദേശിക തലത്തിൽ ഇപ്രാവശ്യം അക്കൗണ്ട് തുറക്കും. അപ്പോൾ നമ്മൾ പറയും അക്കൗണ്ട് തുറക്കും. ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യും, പൂർവ്വകാലത്തെ അതേ അവസ്ഥ നിലനിർത്തും. പക്ഷെ ഇപ്പോഴത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ച എന്താ? BJP അക്കൗണ്ട് തുറക്കും എന്നുള്ളതല്ല, BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാ? അത് BJPക്കാരനായിരിക്കുമോ വെള്ളാപ്പള്ളി നടേശനായിരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച. അപ്പൊ കേരളത്തിന്റെ ഈ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള ചർച്ച മാറി BJPയെ സംബന്ധിച്ച് BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ദേശീയ സമിതി അംഗങ്ങളായ മടിക്കൈ ഖമ്മാരൻ, M സഞ്ജീവ് ഷെട്ടി, പ്രമീള സി നായിക്, P രമേശ്, P സുരേഷ് കുമാർ ഷെട്ടി, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകർക്കുള്ള റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം ജനുവരി 4-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി നടക്കുക. കാസർഗോഡ് ഡയറ്റിന്റെ നേതൃത്വത്തിൽ 2015 ആരംഭിച്ച നൂതന സംരംഭമാണ് ടേംസ്. 1-ാം ക്ലാസ് മുതൽ 10 വരെ ക്ലാസുകളിലെ എല്ലാ വിഷയങ്ങളുടെയും എല്ലാ യൂണിറ്റുകളും പഠിപ്പിക്കാൻ ആവശ്യമായ IT സാമഗ്രികൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന സംവിധാനമാണിത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി 1 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസുകൾക്കും സൗജന്യമായി IT സാമഗ്രികൾ ലഭ്യമാക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം ജനുവരി 4-ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കുറേക്കൂടെ മെച്ചപ്പെട്ട തലത്തിൽ IT സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന ദിവസമാണ് ഡയറ്റ്. IT സ്കൂളിൻ്റെയും അതുപോലെ മറ്റ് വിദ്യാഭ്യാസ സമിതിയിലെ മറ്റ് ഘടകങ്ങളെ SSI, RMS, വിദ്യാഭ്യാസ വകുപ്പ് ഇതിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഒരു പരിപാടി ടേംസ് എന്ന പേരിൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോർ ടീച്ചേഴ്സ് അതിൻ്റെ തയ്യാറായിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ജനുവരി 4-ാം തീയതി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് നിർവഹിക്കുകയാണ്. നെല്ലിക്കുന്ന MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഡയറ്റ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ കരകൗശല വകുപ്പ് ചെയർമാൻ MC ഖമറുദ്ദീൻ പ്രകാശനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ സ്റ്റുഡന്റ് പാർലമെന്റിന്റെ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. BSPയുടെ നേതൃത്വത്തിൽ ഭീമരഥയാത്ര ആരംഭിച്ചു. BSP സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്ര നടത്തുന്നത്. ജനുവരി 31-ന് റാലിയോടെ ഭീമരഥയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബഹുജൻ സമാജ്വാദി പാർട്ടി ദേശീയ സമിതി അംഗം N ഗോപിനാഥൻ സംസ്ഥാന പ്രസിഡന്റ് J സുധാകരന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന
அனுசாரமாய் கிட்ட வேண்டிய அவசரங்கள் மௌலிக அவகாசங்கள் கிட்டாமல் இருப்பதை விட மிகப்பெரிய விட அநியாயமாக உண்டு. இதனை எதிர்த்து விட பீம் ரத யாத்திரா தொடங்கியது. பீம் ரத யாத்திராத்தின் முக்கியமான உத்தேசம் ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ആവശ്യമായി കൊടുക്ക വേണ്ടിയത്. ഭരണഘടന സംരക്ഷിക്കുക, വിദ്യാഭ്യാസ മേഖലയിൽ ഏകീകൃത സിലബസ് നടപ്പിലാക്കുക, എയ്ഡഡ് സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കുക, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുക തുടങ്ങിയ കാലിക പ്രസക്തിയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജാഥ നയിക്കുന്നത്. AP ജയപ്രകാശ്, ഗഫൂർ പുതുപ്പാടി, രമേശ് നന്മണ്ട, സുശീല മോഹൻ, PV അയ്യപ്പൻ, ഹരി, PK ഇബ്രാഹിംകുട്ടി, C സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 330 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുക. GVHSS മുള്ളേരിയയിലെ NSS വിദ്യാർത്ഥികളുടെ ഒരാഴ്ച നീണ്ടുനിന്ന ക്യാമ്പിന് പരിസമാപ്തിയായി. വിവിധങ്ങളായ സന്നദ്ധ പ്രവർത്തനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നടത്തി. ക്യാമ്പിന്റെ ഭാഗമായി 30ഓളം കർഷക കുടുംബങ്ങൾക്ക് ഊർജ്ജനഷ്ടമില്ലാതെ കുത്താജെ ചെറുപുഴയിലേക്ക് ചെക്ക് ഡാം, എൻഡോസൾഫാൻ ബാധിതയായ കുസുമയുടെ കുടുംബത്തിന് ഒരു ശൗചാലയം, SC കോളനിയിലേക്ക് സഞ്ചാരയോഗ്യമായ ഒരു റോഡ് എന്നിവ നിർമ്മിച്ചു കൊടുത്തു. ഇതിനു പുറമെ എൻഡോസൾഫാൻ ബാധിതരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സർവേ നടത്തി. തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എൺമകജെ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. ചെക്ക് ഡാം നിർമ്മിച്ചതിലൂടെ 30 ഏക്കറോളം ഭൂമിയിലുള്ള കർഷകർക്ക് കൃഷിഭൂമി നൽകാൻ സാധിക്കും. 50ഓളം വിദ്യാർത്ഥികൾ 7 ദിവസം കൊണ്ടാണ് ചെക്ക് ഡാമിന്റെ പണി പൂർത്തീകരിച്ചത്. പുഴയിൽ നിന്ന് ശേഖരിച്ച കല്ലുകൊണ്ടാണ് ഭിത്തി നിർമ്മിച്ചത്. ഡാമിന്റെ മുകളിൽ മണൽച്ചാക്ക് വെച്ച് ഡാമിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. ഡാം എൺമകജെ പഞ്ചായത്ത് പ്രസിഡന്റ് രൂപവാണി ആർബട്ട് നാടിന് സമർപ്പിച്ചു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിർമ്മിച്ച IT സയൻസ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ജനുവരി 4 നടക്കും. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 4 11 മണിക്കാണ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടക്കുക. സ്കൂൾ മാനേജർ CT അഹമ്മദ് അലി അധ്യക്ഷത വഹിക്കും. 1982 ചെമ്മനാട് ജമാഅത്തെ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ഹൈസ്കൂൾ ഇന്ന് വികസന കുതിപ്പിലാണ്. ഉദ്ഘാടന വേളയിൽ പ്രമുഖരായ വ്യക്തികൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ IT സയൻസ് ബ്ലോക്ക് കെട്ടിടമാണ് 4-ാം തീയതി രാവിലെ 11 മണിക്ക് ബഹുമാന്യനായ കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ PK അബ്ദുറബ് സാഹിബ് ഉദ്ഘാടനം ചെയ്തു. K കുഞ്ഞിരാമൻ MLA അവാർഡ് വിതരണം ചെയ്യും. MLAമാരായ NA നെല്ലിക്കുന്ന്, E ചന്ദ്രശേഖരൻ, PB അബ്ദുൾ റസാഖ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ, മുൻ മന്ത്രി ചെർക്കളം അബ്ദുള്ള, കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC കമറുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CH മുഹമ്മദ് കുഞ്ഞി ചായണ്ടടി തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ CT അഹമ്മദ് അലി, CH അബ്ദുൽ ലത്തീഫ്, PM അബ്ദുള്ള, KO രാജീവൻ, സാലിമ ജോസഫ് എന്നിവർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് ജില്ലാ പ്രചാരണ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയ്ക്ക് മുന്നോടിയായാണ് കൺവെൻഷൻ നടത്തിയത്. KM ഷാജി MLA ഉദ്ഘാടനം ചെയ്തു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന കേരള യാത്രയ്ക്ക് വന്നൊരുക്കങ്ങളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരുന്നത്. പരിപാടിയുടെ ഭാഗമായുള്ള കൺവെൻഷൻ KM ഷാജി MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ വരികളും വലിയ വിശദീകരണങ്ങൾ ആവശ്യമുള്ളതാണ്, വലിയ റിസർച്ചുകൾ ആവശ്യമുള്ളതാണ്. അതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, CH പറഞ്ഞത്, എന്റെ സമുദായത്തിന്റെ തലമുടി നാരിയുടെ അവകാശം ഞാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല. അതൊരു പ്രൗഢാണ്, അതൊരു അഭിമാനമാണ്, അതൊരു സംഘബോധത്തിന്റെ അടയാളമാണ്. 2ാമത്തെ വരിയോ നീതിബോധമാണ്. എന്താണത്? മറ്റൊരു സമുദായത്തിന്റെ തലമുടി നാരിയുടെ അവകാശം ഞങ്ങൾ കവർന്നെടുക്കുകയുമില്ല. അതിന് വരുമ്പോൾ കൃത്യമാണ്. നമുക്ക് നമ്മളുടെ അവകാശങ്ങൾ പകുത്തു കൊടുക്കണം, വാങ്ങിക്കൊടുക്കണം, ചെയ്തു കൊടുക്കണം. പക്ഷേ അത് മറ്റൊരുത്തരുടെയും അവകാശത്തിൽ കൈയിട്ടുകൊണ്ടാവരുത്. ചിറക്കളം അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി MC കമറുദ്ദീൻ, CT അഹമ്മദ് അലി, E അബ്ദുറഹ്മാൻ, NA നെല്ലിക്കുന്ന് MLA, PB അബ്ദുൾ റസാഖ് MLA, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, കലക്ടർ മാഹിനാച്ചി തുടങ്ങിയവർ സംബന്ധിച്ചു. കൂഡ്ലൂർ രാംദാസ് നഗർ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ 51ാം വാർഷികോത്സവത്തിന് സമാപനമായി. വാർഷികോത്സവത്തിന്റെ ഭാഗമായി വിവിധ വിശേഷാൽ പൂജകളും നടന്നു. ശനിയാഴ്ചയായിരുന്നു പരിപാടി. തന്ത്രി വര്യർ ബ്രഹ്മശ്രീ ഉടിയത്തായ വിഷ്ണു ആശ്രയയുടെ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത്. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത്. തുടർന്ന് ദീപപ്രതിഷ്ഠ, ഭജന, ഉച്ചപൂജ എന്നിവയും നടന്നു. ഉച്ചപൂജയ്ക്ക് നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്.
രാത്രി കുത്യാള ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തിരുമുൽ കാഴ്ചയും അരങ്ങേറി. രാത്രി തന്നെ മഹാപൂജാവേളയിൽ കരിമരുന്ന് പ്രയോഗവും ഉണ്ടായി. കരിമരുന്ന് പ്രയോഗം കാണാൻ നിരവധി പേർ ഭജനമന്ദിര സമീപത്തെത്തിയിരുന്നു. പള്ളംകടവിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ പുഴ പഠന ക്യാമ്പിന് തുടക്കമായി. പരിസ്ഥിതി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ശനി, ഞായർ എന്നീ ദിവസങ്ങളിലായാണ് ക്യാമ്പ്. പള്ളംകടവിൽ നടക്കുന്ന ക്യാമ്പിന് ഞായറാഴ്ച സമാപനമാകും. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ പാർട്ടീസ് എന്നാണ് അവരറിയപ്പെടുന്നത്. യൂറോപ്പിലാണ് വളരെ ശക്തമായ ഒരു സംഘടനാ സംവിധാനമുണ്ടായത്. കാരണം അത്രത്തോളം വ്യവസായ അടിസ്ഥാനത്തിൽ മാത്രമുള്ളൊരു വികസനം കൊണ്ടുവന്ന പ്രശ്നങ്ങൾ പരിസ്ഥിതിയെ നശിപ്പിച്ചതിൻ്റെ തിരിച്ചടിയായിട്ടാണ് ഇത്തരം സംഘടനകൾ രൂപാന്തരപ്പെടുകയും ആദ്യമെല്ലാം പ്രസ്ഥാനങ്ങളായി നിൽക്കുകയും നവസാമൂഹ്യ പ്രസ്ഥാനങ്ങളായി നിൽക്കുകയും പിൽക്കാലത്ത് അവർ രാഷ്ട്രീയത്തിൽ തന്നെ ഇറങ്ങുകയും ചെയ്തു. പരിസ്ഥിതി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. TC മാധവ് പണിക്കർ അധ്യക്ഷനായി. പരിസ്ഥിതി പ്രവർത്തകരായ PTG നമ്പ്യാർ, പ്രൊഫസർ G ഗോപിനാഥൻ, അഡ്വക്കേറ്റ് V രാജേന്ദ്രൻ, KV ജിജു, പ്രൊഫസർ M ഗോപാലൻ, P വിജയൻ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, JSC ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുക്കുന്നുണ്ട്. ഏരിയാൽ ജമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി 4-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. ജനുവരി 4-ന് വൈകുന്നേരം 4 മണിക്കാണ് കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുക. ഏരിയാൽ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KB കുഞ്ഞാമുവിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടക്കുക. എന്നെ നെല്ലിക്കുന്ന MLA മുഖ്യ അതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം P കരുണാകരൻ MP നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ചായണ്ടടി, ഹലീമ ഷിന്നൂർ, AA ജലീൽ തുടങ്ങിയ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. 2016 ജനുവരി 4-ാം തീയതി തിങ്കളാഴ്ച സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ് ഉദ്ഘാടനം ചെയ്യുന്നു. ചടങ്ങിൽ ജമാഅത്ത് പ്രസിഡന്റ് അധ്യക്ഷം വഹിക്കുന്നു. എന്നെ നെല്ലിക്കുന്ന MLA മുഖ്യ അതിഥിയായിരിക്കും. P കരുണാകരൻ MP കമ്പ്യൂട്ടർ ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ KB കുഞ്ഞാമോ, അബ്ദു നവാസ്, AK ഷാഫി, BM ഖാദർ, KB അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. മാലിന്യ പ്രശ്നത്തിൽ ലീഗ് നേതാക്കളെ കേസിൽ കുടുക്കിയ നടപടി പ്രതിഷേധാർഹമെന്ന് മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മാലിന്യം നീക്കേണ്ടുന്ന സ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ പറഞ്ഞു. നഗരസഭയ്ക്ക് സ്വന്തം ട്രെഞ്ചിങ് ഗ്രൗണ്ടും ഇൻസിനേറ്ററും ഉള്ളപ്പോൾ നഗരമാലിന്യം മത്സ്യമാർക്കറ്റിൽ തള്ളുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. മാലിന്യം തള്ളാനുള്ള നീക്കം ചെറുത്തത് പ്രദേശത്തെ ജനങ്ങളാണെന്നും നേതാക്കൾ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാലിന്യ പ്രശ്നപരിഹാരത്തിനായി പരിഹാരമുണ്ടാക്കാനാണ് ഭരണാധികാരികൾ ശ്രമിക്കേണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ ബഷീർ വെള്ളിക്കോത്ത്, M ഇബ്രാഹിം, CK റഹ്മത്തുള്ള, TK ഇബ്രാഹിം, C അബ്ദുള്ള ഹാജി, NE ഉമർ എന്നിവർ സംബന്ധിച്ചു. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന് വർണ്ണം വിതറിയ വിളംബരം. 100 മുത്തുകുടകളുടെ അകമ്പടിയോടെ നടന്ന വിളംബര ജാഥ നാടിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതി. ചെറുവത്തൂരിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ വൈവിധ്യമാർന്ന കാഴ്ചകളാൽ വർണ്ണാഭമായി. പഞ്ചവാദ്യത്തിന് പിന്നിലാണ് 100 കുട്ടികൾ മുത്തുകുടകളുമായി അണിനിരുന്നത്. നാസിക് ബാൻഡ്, കോൽക്കളി, ശാസ്ത്രീയ നൃത്ത ഇനങ്ങൾ എന്നിവയെല്ലാം ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി. ജനപ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർക്കൊപ്പം നാട്ടുകാരും ജാഥയിൽ അണിനിരന്നു. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ശതാബ്ദി ആഘോഷ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, അധ്യാപക സംഗമം, മാതൃസംഗമം, കാരണവക്കൂട്ടം, സംവാദങ്ങൾ, സെമിനാറുകൾ, സ്മരണിക പ്രകാശനം തുടങ്ങി വൈവിധ്യങ്ങളായ പരിപാടികളാണ് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാത്തതിനെതിരെ വൻ പ്രതിഷേധം.
കാസർഗോഡ് INTUCയുടെ പന്തം കൊളുത്തി പ്രകടനം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കാസർഗോഡ് ഒരുങ്ങി. ആവേശം പകർന്ന് വിളംബര റാലി. എൻഡോസൾഫാൻ ദുരിതബാധിതരോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം. ദുരിതബാധിതർ കൂട്ടായ്മ സംഘടിപ്പിച്ചു. BSP ഭീമരഥയാത്രയ്ക്ക് പ്രോജ്വല തുടക്കം. ദളിതർക്കു നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന് ആവശ്യം. പൊവ്വലിൽ ഹൈസ്കൂളിനു വേണ്ടിയുള്ള ആവശ്യം ശക്തമാകുന്നു. നാട്ടുകാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.